ഇതിനായിട്ട് ഞാൻ കുറച്ച് ചാളയുടെ മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 15 ചാളയുടെ മുട്ടയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോകാതെ എടുക്കാൻ നോക്കാം കേട്ടോ. അത് ഇതുപോലെ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മുട്ടയുണ്ടല്ലോ, അതിൻ്റെ അത് പൊട്ടാതെ വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരി പോലെ ഇരിക്കുന്നതല്ലേ, അത് പുറത്തേക്ക് വരും കേട്ടോ. ഇതാ ഇങ്ങനെ, ഇത് കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഒരു കറുത്ത പാടയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. ആ കറുപ്പിനാണ് ആ കയ്പ്പ് വരുന്നത് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി ചാളമുട്ടയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. വേറെ മീനിൻ്റെ മുട്ടയിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടണേണ്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക്, അപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും. ഇനി ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ ഞാൻ കുറച്ചും കൂടെ തേങ്ങ ഇറക്കണേണ്. ഇത് ചാളമുട്ടയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, മറ്റുള്ള ഇതിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ മുട്ടയൊന്ന് വറക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് അതിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഉള്ളി മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇറക്കാം. ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്, വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്നിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ, ഇതല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതാ മീൻമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ഇതുണ്ട്, അപ്പോൾ ഇതെല്ലാം ഉലർന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്താ മീൻമുട്ട ഒരു വാഴയിലേക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാളയുടെ മുട്ട കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.